നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കലരി പായസമാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ: ആദ്യം വേണ്ടത് ഉണക്കലരിയാണ്. ഉണക്കലരി, പാല്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി, നെയ്യ്. ഇതാണ് ഇതിന് വേണ്ട ചേരുവകൾ. തയ്യാറാക്കുന്ന വിധം: ആദ്യം ഒരു പാത്രത്തിൽ കണക്കനുസരിച്ച് വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക. ശേഷം നമുക്ക് വേവിക്കാനുള്ള അരി, കഴുകി വെച്ച അരിയാണ് ഇതിലിട്ട് നന്നാക്കി വേവിക്കുക. നന്നായിട്ട് തിളച്ച് അരമണിക്കൂർ വേവ് ഇതിനുണ്ട്. നമ്മുടെ അരി ഏകദേശം വെന്ത് തുടങ്ങി. വെന്ത് കഴിഞ്ഞാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ചെറിയ പാത്രത്തിലായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് പാൽ ഒഴിക്കുന്നത്. അരി ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം പാലൊഴിക്കാം. പാല് നന്നായി തിളച്ച് പാല് നല്ലോണം വേവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം വെന്ത് പാകമായി തോന്നുന്ന സമയത്തിലേക്ക് പഞ്ചസാര ഇടാവുന്നതാണ്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കാം. മധുരം കൂടുതൽ വേണ്ടുന്നവർക്കും കൂടുതൽ മധുരം ഉപയോഗിക്കാം. അതല്ല, കുറവ് മതിയെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ആവശ്യത്തിന് മധുരമായി ഇനി നമുക്കിത് ഇറക്കി വെക്കാം. പായസം ഇറക്കി വെച്ച് ഇനി നമ്മൾക്ക് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മൂപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് ഇളക്കണം. നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂക്കണം. അധികം കറുത്ത് പോകരുത്. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം. അതിൽ തന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് മുന്തിരി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. മുന്തിരി നന്നായി മൂത്തു. ഇതിന് പായസത്തിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കണം. നമ്മുടെ പായസം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ലേശം ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. പായസം റെഡിയായി. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക.